Good morning, children. I hope all of you are fine. Now we are going to learn our next civics chapter, electoral politics. In chapter 1, we have seen that in a democracy, it is neither possible nor necessary for people to govern directly. The most common form of democracy in our times is for the people to govern through their representatives. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് പോയി ഭരിക്കണമെന്നില്ലല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്നതാ? ദ പീപ്പിൾ ടു ഗവേൺ ത്രൂ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. ജനങ്ങൾ എന്ത് ചെയ്യും? അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് മുഖാന്തരമാണ് രാജ്യം ഭരിക്കുന്നത്. In this chapter, we will look at how these representatives are elected. We begin by understanding why elections are necessary and useful in a democracy. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്നാ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്, അതോടൊപ്പം ഇലക്ഷൻസ് അത്യാവശ്യമാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ our first topic, why elections? In our textbook, there is one newspaper report. This newspaper report is about the State Assembly election in Haryana in 1987. The state had been ruled by a Congress party-led government since 1982. അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ട് എന്തിനെ കുറിച്ചുള്ളതാ? ഹരിയാനയിലെ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനെ കുറിച്ചുള്ളതാ, 1987. അപ്പോൾ ആ ഹരിയാന സ്റ്റേറ്റ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത് 1982 വരെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ആരായിരുന്നു? കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ചൗധരി ദേവിലാൽ, then an opposition leader, led a movement called Nyay Youth and formed a new party, Lokdal. ഇപ്പോൾ ചൗധരി ദേവിലാൽ എന്ന് പറയുന്ന ഒരു ഒപ്പോസിഷൻ ലീഡർ, അതായത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഓപ്പോസിഷനായിട്ട് നിന്ന പാർട്ടിയുടെ ഒരു ലീഡറായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം എന്തു ചെയ്ത്? ഹി ഫോംഡ് എ ന്യൂ പാർട്ടി, ലോക്ദൾ. His party joined other opposition parties to form a front against the Congress in the elections. അപ്പോൾ ഇദ്ദേഹം എന്നാ ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ പാർട്ടി മറ്റുള്ള ഒപ്പോസിഷൻ പാർട്ടികളുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഫ്രണ്ട് രൂപീകരിച്ചു. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ രാജ്യത്ത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അല്ലെങ്കിൽ എന്താ ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ ടൈം വരുമ്പോൾ നമ്മൾ ആ ഫ്ലെക്സിലും അല്ലെങ്കിൽ ബാനറുകളിലും ഒക്കെ കാണുന്നത് അല്ലേ. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ? ഒറ്റ പാർട്ടിയല്ല, കുറേ പാർട്ടികൾ ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു സഖ്യമാണ് എന്ത് ഇപ്പോൾ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികളുടെയും കൂടെ സഹായത്തോടു കൂടി ഇവരെന്തു ചെയ്തു? ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി ഒരു ഫ്രണ്ട് രൂപീകരിച്ചു, ഒരു സഖ്യം രൂപീകരിച്ചു. ദി ഇലക്ഷൻ ക്യാമ്പയിൻ ദേവിലാൽ സെഡ് ദാറ്റ് ഇഫ് ഹിസ് പാർട്ടി വോൺ ദി ഇലക്ഷൻസ് ഹിസ് ഗവൺമെന്റ് would waive the loans of farmers and small businessmen. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ പാർട്ടി, അതായത് ഇവർ രൂപീകരിച്ച ഈ ഫ്രണ്ട് ഇലക്ഷനിൽ ജയിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ദ ഗവൺമെൻറ് വുഡ് വേവ് ദ ലോൺസ് ഓഫ് ഫാമേഴ്സ് ആൻഡ് സ്മോൾ ബിസിനസ്മെൻ. ചെറിയ ബിസിനസ്സുകാരുടെയും ഫാമേഴ്സിൻ്റെയൊക്കെ ലോണുകൾ എന്ത് ചെയ്യും? എഴുതിത്തള്ളും. ഹി പ്രോമിസ് ദാറ്റ് ദിസ് വുഡ് ബി ദ ഫസ്റ്റ് ആക്ഷൻ ഓഫ് ഹിസ് ഗവൺമെൻറ്. The people were unhappy with the existing government. They were also attracted by ദേവിലാൽസ് promise. അപ്പോൾ ഹരിയാനയിലുള്ള ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നല്ലേ, അവിടെ നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ അൺഹാപ്പി ആയിരുന്നു അവർ. അതോടൊപ്പം തന്നെ they were attracted by the ദേവിലാൽസ് promise. So, when elections were held, they voted overwhelmingly in favor of Lokdal and its allies. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇലക്ഷൻ വന്ന സമയത്ത് ഇവർ ലോക്ദളിനും അതുപോലെ ലോക്ദളിൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന കുറേ പാർട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവർക്കും തന്നെയാണ് വോട്ട് കൊടുത്തത്. ലോക്ദൾ ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ് വോൺ 76 out of 90 സീറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലി. അപ്പോൾ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനിൽ 90 സീറ്റ്സ് ഉള്ളതിൽ 76 സീറ്റും ആർക്കാണ് കിട്ടിയത്? ലോക്ദളിനാണ് കിട്ടിയത്. ലോക്ദളിനും അതിൻ്റെ പാർട്ട്നേഴ്സ് അല്ല അതിൻ്റെ അലൈസിനുമാണ് കിട്ടിയത്. ലോക്ദൾ എലോൺ വോൺ 60 സീറ്റ്സ് ആൻഡ് ദസ് ഹാഡ് എ ക്ലിയർ മജോറിറ്റി ഇൻ ദ അസംബ്ലി. ദ കോൺഗ്രസ് കുഡ് വിൻ ഓൺലി 5 സീറ്റ്സ്. Once the election results were announced, the sitting chief minister resigned. The newly elected members of Legislative Assembly, means MLAs, of Lokdal chose ദേവിലാൽ as their leader.
അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്ത് അന്നേരം സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തി റിസൈൻ ചെയ്തു. അതിനുശേഷം ന്യൂലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് MLA-മാരെല്ലാം കൂടി ചേർന്നിട്ടാണ് അവരുടെ ലീഡറിനെ തിരഞ്ഞെടുത്തിട്ട് ആ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ആക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ദ MLAs ഓഫ് ലോക്ദൾ ചോസ് ദേവിലാൽ ആസ് ദെയർ ലീഡർ. ദ ഗവർണർ ഇൻവൈറ്റഡ് ദേവിലാൽ ടു ബി ദ ന്യൂ ചീഫ് മിനിസ്റ്റർ. എന്നിട്ട് ഈ എന്താ പറയുന്നത്, ഈ മജോറിറ്റി വോട്ട് കിട്ടിയ പാർട്ടിക്കാരല്ലേ, ആ പാർട്ടിയിലുള്ള MLA-മാരെല്ലാം കൂടി ചേർന്നിട്ട് അവരുടെ ലീഡറെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആരാണ് ആ ലീഡറിനെ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് വിളിക്കുന്നത്? ഗവർണറാണ് വിളിക്കുന്നത് അല്ലേ. 3 days after the election results were declared, he became the chief minister. As soon as he became the chief minister, his government issued a government order waiving the outstanding loans of small farmers, agricultural laborers and small businessmen. അപ്പോൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയി കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്ത് ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കി. എന്തായിരുന്നു ഓർഡർ എന്ന് പറയുന്നത്? ഈ സ്മോൾ ബിസിനസ്സുകാർ അതോടൊപ്പം തന്നെ പെർസൻസ്, ലേബേഴ്സ് അവരുടെയൊക്കെ ലോൺ എഴുതി തള്ളിക്കൊണ്ടൊരു ഓർഡർ ആയിരുന്നത്. ഹിസ് പാർട്ടി റൂൾഡ് ദ സ്റ്റേറ്റ് ഫോർ 4 years. The next elections were held in 1991, but this time his party did not win popular support. The Congress won the election and formed the government. അപ്പോൾ പിന്നീട് 1991 പിന്നീട് ഇലക്ഷൻ വന്നു. പക്ഷേ at that time the ലോക്ദൾ did not win popular support. വീണ്ടും ഏത് പാർട്ടി ഹരിയാനയിൽ അധികാരത്തിൽ വന്നു? കോൺഗ്രസ് പാർട്ടി വീണ്ടും ഹരിയാനയിൽ അധികാരത്തിൽ വന്നു. Do we need elections? Elections take place regularly in any democracy. There are more than 100 countries in the world in which elections take place to choose people's representatives. We also read that elections are held in many countries that are not democratic. അപ്പോൾ more than 100 countries in the world എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ഷൻസ് നടത്തുന്നുണ്ട് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കാൻ. അതോടൊപ്പം ഡെമോക്രാറ്റിക് അല്ലാത്ത രാജ്യങ്ങളും എന്ത് നടത്താറുണ്ട്? ഇലക്ഷൻ നടത്താറുണ്ട്. ബട്ട് വൈ ഡു വി നീഡ് ഇലക്ഷൻസ്? A rule of the people is possible without any elections if all the people can sit together every day and take all the decisions. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ എന്നതാ? റൂൾ ഓഫ് ദ പീപ്പിൾ ആണല്ലേ. അപ്പോൾ ഇലക്ഷൻ ഇല്ലാതെ തന്നെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാ? രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് രാജ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണ്ട? ഇലക്ഷൻ വേണ്ട. But as we have already seen in chapter 1, this is not possible in a large community. പക്ഷേ ലാർജ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരിക്കലും ഇത് പോസിബിൾ അല്ല. Nor is it possible for everyone to have the time and knowledge to take decisions on all matters. അഥവാ പോസിബിൾ ആണെങ്കിൽ ജനങ്ങൾക്ക് രാജ്യമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ടൈമും നോളജും ഉണ്ടാകണമെന്നില്ല. Therefore, in most democracies people rule through their representatives. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലും ഡെമോക്രസികളും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ മുഖാന്തരം രാജ്യം ഭരിക്കുന്നത്. നെക്സ്റ്റ് we are going to study what is election. The mechanism by which people can choose their representatives at regular intervals and change them if they wish to do so. അപ്പോൾ എന്ത് മെക്കാനിസത്തെയാണ് നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്നത്? റെഗുലർ ഇൻ്റർവെൽസിൽ ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് റെപ്രസെൻറ്റേറ്റീവ്സിന് ഇഷ്ടമല്ല എങ്കിൽ വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു മെക്കാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇലക്ഷൻ. Therefore, elections are considered essential in our times for any representative democracy. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെമോക്രസിയെ നമ്മൾ എന്താ പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. കാരണം എന്താ? വി റൂൾ അവർ കൺട്രി ത്രൂ അവർ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇൻ ആൻ ഇലക്ഷൻ ദ വോട്ടേഴ്സ് മേക്ക് മെനി ചോയ്സസ്. ഒരു ഇലക്ഷനിൽ കൂടെ നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട്. ഫസ്റ്റ് ചോയ്സ്, വി ക്യാൻ ചൂസ് ഹൂ വിൽ മേക്ക് ലോസ് ഫോർ അസ്. നമുക്ക് ഫസ്റ്റ് കാര്യം എന്താ? നമുക്ക് ഒരു കാര്യം പറ്റും, നമുക്ക് വേണ്ടി ആരാണ് ലോ ഉണ്ടാക്കേണ്ടത്, നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ത്രൂ ഇലക്ഷൻസ്. They can choose who will form the government and take major decisions. അതേപോലെ തന്നെ ആരാണ് ഗവൺമെൻറ് ഫോം ചെയ്യേണ്ടത്, അതുപോലെ ആരാണ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഇത് രണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതും എന്ത് മുഖാന്തരമാ? ഇലക്ഷൻ മുഖാന്തരം. They can choose the party whose policies will guide the government and law making. അതുപോലെ തന്നെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഏത് പാർട്ടിയുടെ പോളിസിയാണ് ഗവൺമെൻറ്റിനെ ഗൈഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം മജോറിറ്റി
മജോറിറ്റി വോട്ട് കിട്ടുന്ന അല്ലെ മജോറിറ്റി സീറ്റ്സ് കിട്ടുന്ന പാർട്ടിയാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് അല്ലേ. എല്ലാ ജനങ്ങളോട് വോട്ട് കൊടുക്കുന്നത് കൊണ്ടല്ലേ മജോറിറ്റി വോട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ അത് മുഖാന്തരം നമ്മൾ എന്താ ചൂസ് ചെയ്യുന്നത്, ഏത് പാർട്ടിയാണ് ഗവൺമെന്റ് ഫോം ചെയ്യേണ്ടത് എന്നും അതോടൊപ്പം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നും നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് ത്രൂ ഇലക്ഷൻസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് മേക്സ് ആൻ ഇലക്ഷൻ ഡെമോക്രാറ്റിക്. Elections can be held in many ways. All democratic countries hold elections, but most non-democratic countries also hold some kind of elections. How do we distinguish democratic elections from any other election? We discussed many examples of countries where elections are held but they can't really be called democratic elections. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു പല രാജ്യങ്ങളിലും ഇലക്ഷൻ നടത്തുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ട്രൂ ആയിട്ട് അല്ല റിയലി ഡെമോക്രാറ്റിക് ഇലക്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ചൈന അല്ലേ, ചൈന പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ അലയൻസിൻ്റെയും സമ്മതം ഉണ്ടെങ്കിൽ അല്ലെ അവരുടെ എന്താ പറയുന്നത് അവരുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള പാർട്ടികൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മൾ സിംബാബ്വേയിൽ ഒരു സാനു PF എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ എല്ലാ സോഴ്സും അവർ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഇലക്ഷനിലും അവർ ജയിക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്ക് ഡെമോക്രസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. ഈ രണ്ട് രാജ്യങ്ങൾ നമ്മൾ പഠിച്ചതാ. പിന്നെ വേറൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരുന്നു, മെക്സിക്കോ എന്ന് പറയുന്നത് PRA എന്ന് പറഞ്ഞ പാർട്ടിയുടെ അല്ലെ. PRA എന്ന് പറയുന്നത് മീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു മാക്സിമം, അതായത് ഗവൺമെന്റിനെ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് PRA എന്ന് പറഞ്ഞ മെക്സിക്കോയിൽ. ആ പാർട്ടി ഗവൺമെന്റിന്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അടുത്ത ഇലക്ഷനിൽ ജയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതും മെക്സിക്കോയെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഒരു ട്രൂ ഡെമോക്രസി ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ മിനിമം കണ്ടീഷൻസ് ഓഫ് എ ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ഫസ്റ്റ് വൺ, എവരിവൺ ഷുഡ് ബി ഏബിൾ ടു ചൂസ്. എല്ലാ ആൾക്കാർക്കും എന്തിനുള്ള അധികാരം വേണം, ചൂസ് ചെയ്യാനുള്ള അധികാരം വേണം. ദിസ് മീൻസ് ദാറ്റ് എവരിവൺ ഷുഡ് ഹാവ് വൺ വോട്ട് ആൻഡ് എവരി വോട്ട് ഷുഡ് ഹാവ് വൺ വാല്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നൊരു സംഭവം ഉണ്ട്, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു അടിത്തറയാണ് അതല്ലേ. സാർവത്രിക വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താ, എവരി അഡൽട്ട് സിറ്റിസൺ മീൻസ് ദോസ് ഹു ഹാവ് 18 years ആൻഡ് എബോവ് 18 years ഓഫ് ഏജ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ് എക്സെട്ര എക്സെട്ര. അപ്പൊ അവരുടെ ജാതിയോ മതമോ അല്ല എന്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിലും 18 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് വോട്ടവകാശമുണ്ട്. അതോടൊപ്പം തന്നെ എത്ര ഉയർന്ന വ്യക്തിയാണെങ്കിലും ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തിയാണെങ്കിലും സാധാരണപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഈ രണ്ട് വ്യക്തികളുടെയും വോട്ടിന് ഒരേ മൂല്യമാണുള്ളത്. അതായത് 1 എന്ന് മാത്രമേ അതിനെ എണ്ണത്തുള്ളൂ. മനസ്സിലായി? അതാണ് പറയുന്നത് എവരിവൺ ഷുഡ് ബി ഏബിൾ ടു ചൂസ് and everyone should have one vote and every vote should have equal value. Second condition for democratic election എന്ന് പറയുന്നത് there should be something to choose from. Parties and candidates should be free to contest elections and should offer some real choice to the voters. അതായത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണം ഡെമോക്രാറ്റിക് ഇലക്ഷനിൽ. അതായത് എല്ലാ പാർട്ടികൾക്കും അവരുടെ കാൻഡിഡേറ്റ്സിനെ നിർത്താനായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കാൻ പോവാം, എല്ലാ ഡ്രസ്സും ഒരേ കളറിലുള്ളതാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് പോരത്തേയുള്ളൂ. അവിടെ ഒരു ചോയ്സിന് അവിടെ ഒരു സാഹചര്യമില്ല. തിരഞ്ഞെടുക്കാന്ന് വരുന്നില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോരുവാന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഇവിടെ പറയുന്നത് പല പാർട്ടിക്കാർ, അതായത് പല ഐഡിയാസ് ഉള്ള പല വാല്യൂസ് ഉള്ള പല പാർട്ടിക്കാർ ഇലക്ഷന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് ഇലക്ഷൻസിൽ ഉണ്ടായിരിക്കണം. പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഷുഡ് ബി ഫ്രീ ടു കോണ്ടസ്റ്റ് ഇലക്ഷൻസ് ആൻഡ് ഷുഡ് ഓഫർ സം റിയൽ ചോയ്സ് ടു ദ വോട്ടേഴ്സ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് the choice should be offered at regular intervals. Elections must be held regularly after every few years. ഇപ്പം നമ്മുടെ രാജ്യത്ത് every 5 years കൂടുമ്പോഴാണ് നമ്മൾ ഇലക്ഷൻ നടത്തുന്നത് അല്ലേ. Fourth, the candidate preferred by the people should get elected. ജനങ്ങൾ പറയുന്ന ആളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്തത് ആർക്കാണോ അവരായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. Fifth, election should be conducted in a free and fair manner where people can choose as they really wish. അതുപോലെ വളരെ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടുള്ള രീതി വേണം ഇലക്ഷൻസ് നടത്താൻ. കാരണം എന്താ, നമുക്കിഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് ആ പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം.
might look like very simple and easy conditions, but there are many countries where these are not fulfilled. In this chapter, we will apply these conditions to the elections held in our own country to see if we can call these democratic elections. അപ്പം നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കുകളിൽ പഠിക്കാൻ പോകണം നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ഇലക്ഷൻസ് ഡെമോക്രാറ്റിക് ആണോ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രോസസ്സ് എങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.